ഹലോ, നമ്മളിന്ന് ഈ ക്ലാസ്സിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 6ാമത്തെ സെഷനാണ് പഠിക്കുന്നത്. 6ാമത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ടും സീഡും ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫ്രൂട്ട് പഠിക്കാം, ദെൻ ആഫ്റ്റർ ദാറ്റ് വിൽ സ്റ്റഡി സീഡ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രമാണ് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മുതലാണ് ഈ ഓവ്യൂളിനെ ഓവറി കവർ ചെയ്ത് കാണുന്നുള്ളൂ. ഓവറി ഡെവലപ്പ് ആയിട്ടാണല്ലോ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഓവറി ഉള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ്. അത് റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഏതൊക്കെയാ നമുക്കറിയാം. ഇത് ബനാനയിൽ ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ് അല്ലെ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ, പാർത്തനോകാർപ്പി ഇന്ന് പല പ്ലാന്റ്സിലും ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രേപ്സിൽ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സീഡ്ലെസ് ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പാർത്തനോകാർപ്പി വഴി ഫ്രൂട്ട് മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ജനറലി ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫ്രൂട്ട് കൺസിസ്റ്റ് ഓഫ് എ വോൾ ഓർ പെരികാർപ്പ് ആൻഡ് എ സീഡ്. ഫ്രൂട്ടിന്റെ ഉള്ളില് എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ വോളും അതേപോലെ തന്നെ സീഡുമാണ്. ഈ ഫ്രൂട്ടിന്റെ വോളിനാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഈ പെരികാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ വോള് ചിലപ്പോൾ ഫ്ലഷി ആവാം, ചിലപ്പോൾ ഡ്രൈയും ആവാം. അതായത് ഫ്ലഷി ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഈ പറയുന്ന പെരികാർപ്പ് ആയിരിക്കും. ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് മിക്കവാറും അതിന്റെ ഉള്ളിലിരിക്കുന്ന പരിപ്പൊക്കെ ആയിരിക്കും, അതിന്റെ കോട്ടിലിടനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സീഡിന്റെ കോട്ടിലിടനൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഒരു പീ പ്ലാന്റ് എടുത്തോ, ഒരു പീയുടെ സീഡ് അല്ലെങ്കിൽ പീയുടെ ആ ഒരു ഫ്രൂട്ട്. പീയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താ, ആ നീളത്തിലുള്ള ആ പയറ്, അതിനെയാണ് നമ്മൾ പീയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആ നീളത്തിലുള്ള ആ കവറാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട്. അതിന്റെ ഉള്ളിലിരിക്കുന്ന അതിന്റെ സീഡാണ്. അപ്പൊ നോക്കിക്കേ, ആ ഫ്രൂട്ട് അത് മെച്ചുവർ ആയി കഴിഞ്ഞാൽ, പഴുത്ത് കഴിഞ്ഞാൽ അത് എന്തായി പോകും, ഡ്രൈ ആയി പോകും. അപ്പൊ അതൊരു ഡ്രൈ ഫ്രൂട്ട് അല്ലേ. അതിന്റെ ഫ്ലഷി എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്, ഫ്ലഷി അല്ല, അതിന്റെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സീഡ്സ് ആണ് അതിന്റെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ സീഡിന്റെ കോട്ടിലിടനാണ് നമ്മൾ കഴിക്കുന്നത്. അതിനകത്താണ് ഫുഡ് സ്റ്റോറേജ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റോറേജ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിലക്കടല എടുത്താൽ, അതായത് ഗ്രൗണ്ട് നട്ടിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ഏതാണ്, അതിന്റെ ആ ഔട്ടർ പോർഷൻ, ആ നമ്മൾ പൊളിച്ചു കളയുന്ന ഭാഗം ഉണ്ടല്ലോ. പൊളിച്ചു കളയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ല, നമ്മൾ തോടോട് കൂടിയ നിലക്കടല കിട്ടും. ആ തോടിനെയാണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലിരിക്കുന്ന സീഡാണ് നമ്മൾ കഴിക്കുന്നത്. ആ സീഡ് നമ്മൾ വറുത്തിട്ടൊക്കെ ഇങ്ങനെ പതുക്കെ കൈകൊണ്ടാക്കി കളയുന്ന ചെറിയ മെംബ്രെയിനിയസ് കവറിങ്, അത് അതിന്റെ സീഡിന്റെ കോട്ടാണ് കേട്ടോ. അതല്ല ഫ്രൂട്ട് എന്ന് പറയുന്ന, ഫ്രൂട്ട് അതിന്റെ മേജർ കവറിങ് ആണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കാഷ്യൂ നട്ട് നോക്കിക്കേ. കാഷ്യൂ നട്ടിന്റെ അതിന്റെ ആ നട്ട് ഉണ്ടല്ലോ, അകത്തിരിക്കുന്ന നട്ട് നമ്മൾ കഴിക്കുന്നത്, അതിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ പോലത്തെ ഒരു കവറിങ് ഇല്ലേ, ആ കവറിങ് അതിന്റെ സീഡ് കോട്ടാണ്. അതിനെ കവർ ചെയ്തിട്ട് നല്ല ഹാർഡായിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് ആണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓവറി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതല്ലാതെ വേറൊരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ ശരിക്കും ഫ്ലഷി ആയിട്ട് എഡിബിൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ അതിന്, അതെന്താണത്, അത് അതിന്റെ പെഡീസലാണ്. ആ ഫ്ലവറിന്റെ പെഡീസൽ ഡെവലപ്പ് ആയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ടിനെ പറ്റിയിട്ട് ഈ 2 പാരഗ്രാഫിൽ തീരുന്നൊന്നുമല്ല, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് പഠിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നീറ്റ് എക്സാമിനൊക്കെ ഇതിൽ നിന്ന് ഇന്റീരിയർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അക്കീൻ എന്താണ്. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ഫ്രൂട്ടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലിച്ചിയിലെ ഫ്രൂട്ട് ഏതാണ്, ഫ്ലഷി എഡിബിൾ ഫ്രൂട്ട്, ഏരിൽ, അങ്ങനെയൊക്കെ കുറേ ടേംസ് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അത് വേണമെന്നുള്ളവർ നീറ്റ് ക്ലാസ്, അതായത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് വരുന്ന ക്ലാസ് കേൾക്കണം. ഞാനിവിടെ NCERT മാത്രമേ പറയുന്നുള്ളൂ. വളരെ കുറച്ചായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പോയിന്റ്സ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്ലഷി എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടിനെ നമ്മൾ പെരികാർപ്പ് എന്ന് പറയും. അല്ലാത്തത് ഡ്രൈ ഫ്രൂട്ട് ആണ് കേട്ടോ. പെരികാർപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്ലഷി ആയിരിക്കും. പെരികാർപ്പ് എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും. ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ പെരികാർപ്പ് എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനുണ്ടാവില്ല. എന്നാലും അതിന്റെ പെരികാർപ്പ് ഡ്രൈ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് മാത്രം. ഈ പെരികാർപ്പ് തിക്കും ഫ്ലഷി ആവുമ്പോൾ അത് 3 ലെയറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എപ്പികാർപ്പ്, ഒന്ന് മീസോകാർപ്പ്, ഒന്ന് എൻഡോകാർപ്പ്. ഇങ്ങനെ 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഞാൻ ഈ മാംഗോയിലും അതുപോലെ തന്നെ ഈ കോക്കനട്ടിലും ഒക്കെ ഈ 3 പാർട്സും കാണാൻ കഴിയും. ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഈ മാംഗോയിലും കോക്കനട്ടിലും ഒക്കെ ആ ഫ്രൂട്ടിനെ നമ്മൾ ഡ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഡ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി എന്നാണ്. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി എന്നാണ് ഡ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മാംഗോന്റെ ഫ്ലവറും അതുപോലെ തന്നെ കോക്കനട്ടിന്റെ ഫ്ലവറും ഒക്കെ ഹൈപ്പോഗൈനസ് ഫ്ലവറാണ്, സുപ്പീരിയർ ഓവറി ഉള്ളതാണ്.
ഇനി ഇതിന്റെ എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും എന്താന്ന് നോക്കാം. എപ്പികാർപ്പ് എന്ന് പറഞ്ഞാൽ ഈ മാങ്ങയുടെ അല്ലെങ്കിൽ മാമ്പഴത്തിന്റെ പുറത്തുള്ള തൊലിക്കാണ് എപ്പികാർപ്പ് എന്ന് പറയുന്നത്. മീസോകാർപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ എപ്പികാർപ്പ് ചെത്തി കളഞ്ഞിട്ട് തിന്നുന്ന എഡിബിൾ പോർഷൻ അല്ലെങ്കിൽ ഫ്ലഷി പോർഷൻ, ആ മധുരമുള്ള പോർഷനെയാണ് നമ്മൾ മീസോകാർപ്പ് എന്ന് പറയുന്നത്. ഇനി എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സീഡിനെ കവർ ചെയ്ത് നിൽക്കുന്ന നല്ല കട്ടിയുള്ളൊരു പോർഷൻ ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ എൻഡോകാർപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്നതാണ് എന്ത്, സീഡ്. ഓക്കെ, ഇനി കോക്കനട്ടിന്റെ കേസിലാണെങ്കിൽ എന്താണ് എപ്പികാർപ്പ്, എന്താണ് മീസോകാർപ്പ്, എന്താണ് എൻഡോകാർപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കോക്കനട്ടിന്റെ കേസിൽ എപ്പികാർപ്പ് എന്ന് പറയുന്നത് ആ തേങ്ങയുടെ പുറത്തെ പച്ച കളർ, അതുപോലെ അതിന് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന വളരെ ഹാർഡായിട്ടുള്ള ഫൈബേഴ്സും എപ്പികാർപ്പിന്റെ ഭാഗങ്ങളാണ്. മീസോകാർപ്പ് എന്ന് പറയുന്നത് അതിന്റെ ചകിരിയാണ്, അതായത് അതിന്റെ ഫ്ലഷി പോർഷൻ അതിന്റെ ചകിരിയാണ്. ഇനി എൻഡോകാർപ്പ് എന്ന് പറയുന്നത് ആ ചിരട്ടയുടെ പുറം ഭാഗവും അതേപോലെ തന്നെ ചിരട്ടയോട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഫൈബേഴ്സ് കാണും, അതിനെയാണ് അതിന്റെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ചിരട്ടയുടെ ഉൾഭാഗവും അതുപോലെ തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ ചിരവി എടുക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങയുടെ പുറത്തായിട്ട് ഒരു ബ്രൗൺ കളർ കോട്ടിംഗ് ഉണ്ടാവുമല്ലോ, തേങ്ങ കൊത്തിയെടുത്താൽ നമുക്ക് കാണാൻ കഴിയാം ബ്രൗൺ കളർ കോട്ടിംഗ്. അത് രണ്ടും എന്താന്ന് വെച്ചാല് സീഡിന്റെ കവറിംഗ് ആണ്. അപ്പൊ തേങ്ങ നമ്മൾ കഴിക്കുന്ന ഭാഗം സീഡാണ് കേട്ടോ, ചകിരിയല്ല നമ്മൾ കഴിക്കുന്ന, അതിന്റെ സീഡാണ് നമ്മൾ കഴിക്കുന്നത്. അതായത് മീസോകാർപ്പല്ല നമ്മൾ കഴിക്കുന്നത്, നമ്മൾ അതിന്റെ സീഡാണ് കഴിക്കുന്നത്. സീഡിലെ എൻഡോസ്പോം ആണ് നമ്മൾ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, സീഡ് പറയുമ്പോൾ പറയാം. അപ്പൊ ഇവിടെ ആ ചിരട്ടയുടെ ഉൾഭാഗവും അതുപോലെ തേങ്ങ ചിരവി എടുക്കുന്ന തേങ്ങയുടെ പുറം ഭാഗത്തുള്ള ബ്രൗൺ കളറും കൂടിയിട്ട് സീഡിന്റെ രണ്ട് കവറിംഗ് ആണ്. അതിന്റെ ഉള്ളിൽ കാണുന്ന വെളുത്ത ഭാഗം, നമ്മൾ കഴിക്കുന്ന ഭാഗം, അത് അതിന്റെ എൻഡോസ്പേം ആണ്. അതേപോലെ അതിന്റെ ഉള്ളിൽ ഫില്ലയക്കുന്ന വെള്ളവും അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. അതിന്റെ ഉള്ളിലുള്ള വെള്ളം, അതായത് വെള്ളം എന്ന് പറയുന്നത് അത് അഴഞ്ഞു കിടക്കുന്ന കുറേ ന്യൂക്ലിയസ് ആണ്, സെൽവോൾ ഇല്ലാത്ത കുറേ ന്യൂക്ലിയസ് ആണ് അതിന്റെ തേങ്ങാ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ തേങ്ങാ വെള്ളത്തിലും തേങ്ങയിലുമാണ് എന്തുള്ളത്, ആ ന്യൂട്രിയൻസ് ഉള്ളത് നമ്മൾ കഴിക്കുന്നു കേട്ടോ. അപ്പൊ ഈ രണ്ടും ഡ്രൂപ്പിൽ വരുന്നതാണ്. കാരണം അതിനകത്ത് എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറിന്ന് ഡെവലപ്പ് ചെയ്യുന്ന വൺ സീഡഡ് ഫ്രൂട്ട് ആണ്. ഓക്കെ, മാംഗോയിൽ പെരികാർപ്പ് വളരെ ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും ആയിട്ട് കേട്ടോ. ആ എൻഡോകാർപ്പ് സ്റ്റോണിയാണ്, വളരെ ഹാർഡാണ്. കോക്കനട്ടില് അതും ഡ്രൂപ്പാണ്, അതിലും മീസോകാർപ്പ് എന്നൊക്കെ പറയുന്ന ഫൈബ്രസ് പോർഷനാണ്, അതായത് ആ ചകിരി ഉള്ള പോർഷനാണ് അതിന്റെ മീസോകാർപ്പ് എന്ന് പറയുന്നത്. ഇനി ഫ്രൂട്ട് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ഓവറി വേറെ പല ഭാഗത്തു നിന്ന് ഡെവലപ്പ് ചെയ്യാം, അതായത് തലാമസിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഓവറിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്താൽ അത് ട്രൂ ഫ്രൂട്ടാ. അത് തലാമസിൽ നിന്നൊക്കെയാ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഫ്ലവറിന്റെ വേറെ ഏതെങ്കിലും പാർട്സിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്നാ പറയാം. അപ്പൊ ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് വെച്ചാൽ മാംഗോ ട്രൂ ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ്, കോക്കനട്ട് ട്രൂ ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടാണ്. കാരണം എന്താണെന്നറിയോ, ആ ആപ്പിൾ എന്ന് പറയുന്ന ഫ്ലഷി എഡിബിൾ പോർഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അതുണ്ടാകുന്നത് അതിന്റെ തലാമസ് ഡെവലപ്പ് ആയിട്ടാണ്. ആ പൂവിന്റെ തലാമസ് ഉണ്ടല്ലോ, തലാമസ് ഡെവലപ്പ് ആയിട്ടാണ് ഫോൾസ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്, ഫോൾസ് ഫ്രൂട്ട് ആപ്പിൾ ഉണ്ടാകുന്നത്. ഈ ആപ്പിളിന്റെ ഉള്ളിൽ അപ്പോൾ ഓവറി എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ആപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സെന്റർ റീജിയനിൽ സീഡ്സ് ഇരിക്കുന്നതാണ് അല്ലെ, ആ സീഡ് ഇരിക്കുന്ന ക്യാവിറ്റിയുടെ ഉള്ളിലാണ് അല്ലെ. ആ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കോട്ടിങ് നമ്മൾ കഴിക്കാറില്ല സാധാരണ. ആ ഭാഗം അങ്ങ് ചെത്തിക്കളയുക ചെയ്യാറ്, മുറിച്ച് കളയുക ഭാഗം അല്ലെ. ആ ഒരു ഭാഗം, ആ സീഡ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗമാണ് അതിന്റെ ഓവറി എന്ന് പറയുന്നത്. ആ ഓവറിനെ ചുറ്റി കാണുന്ന തലാമസ് ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അവിടെ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫോൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ടും ഓർത്തിരുന്നോളണം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രൂട്ടിന്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. See here, the fruit is a characteristic feature of flowering plants. It is a mature or ripened ovary developed after fertilization. If a fruit is formed without fertilization of the ovary, it is called as the parthenocarpic fruit. Generally, the fruit consists of a wall or pericarp and seeds. The pericarp may be dry or fleshy. When pericarp is thick and fleshy, it is differentiated into outer epicarp, the middle mesocarp and the inner endocarp. In mango and coconut, the fruit is known as drupe. They develop from monocarpillary superior ovaries and are one-seeded. In mango, the pericarp is well differentiated into an outer thin epicarp, a middle fleshy edible mesocarp and an inner stony hard endocarp.
In coconut, which is also drupe, the mesocarp is fibrous in coconut. Okay. നെക്സ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ള സീഡാണ്. ദ സീഡ് ഒവ്യൂള് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സീഡായിട്ടാണ്. സീഡ് എന്ന് പറയുന്നത് എ സീഡ് കോട്ടും എംബ്രിയോയും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് സീഡ് കേട്ടോ. എ സീഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സീഡ് കോട്ട് ആൻഡ് ആൻ എംബ്രിയോ. സീഡ് ശരിക്കും പറഞ്ഞാൽ ഒവ്യൂള് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്ന. മെഗാസ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സീ ഹിയർ ദ മെഗാസ്പൊറാഞ്ചിയ, ഇറ്റ് വിൽ ബി ഹാവിംഗ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ് ആൻഡ് ഇൻസൈഡ് ദിസ് മെഗാസ്പൊറാഞ്ചിയ ദ എംബ്രിയോ സാക്ക് വിൽ ബി ഡെവലപ്ഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞാനൊരു മെഗാസ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്ലാന്റ് കിങ്ഡത്തിൽ മറ്റേ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഗൈനീഷ്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മെഗാസ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചറും എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ പറയുന്ന മെഗാസ്പൊറാഞ്ചിക്ക് രണ്ട് കവറിംഗ് ഉള്ളത്. ഒന്ന് ഔട്ടർ ഇന്റഗ്യുമെന്റും ഒന്ന് ഇന്നർ ഇന്റഗ്യുമെന്റും ആണ്. ഓക്കെ, ഈ ഔട്ടർ ഇന്റഗ്യുമെന്റ് സീഡിന്റെ ഔട്ടർ കോട്ടായിട്ട് മാറും. ഈ സീഡിന്റെ ഔട്ടർ കോട്ട് എന്ന് പറയുന്നത് ടെസ്റ്റയാണ് കേട്ടോ. സീഡ് ഔട്ടർ കോട്ട് ഈസ് ടെസ്റ്റ. അതേപോലെ തന്നെ ഇന്നർ ഇന്റഗ്യുമെന്റ് അത് സീഡിന്റെ ഇന്നർ കോട്ടായിട്ട് മാറും അല്ലെങ്കിൽ ഇന്നർ കവറിംഗ് ആയിട്ട് മാറും. അതിന് നമുക്ക് ടെക്മെൻ എന്ന് പറയാം. കമ്പൽസറി ഒന്നുമില്ല എല്ലാ സീഡിനകത്തും രണ്ട് കവറിംഗ് ഉണ്ടാവണമെന്ന്. ചിലതിനകത്ത് ടെസ്റ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഒരൊറ്റ കവറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് സീ ഹിയർ ഒവ്യൂള് ഫെർട്ടിലൈസേഷൻ നടന്നാണ് സീഡ് ഉണ്ടാവുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ആവുന്നതാണ് സീഡ് എന്ന് പറയുന്നത്. സീഡിനകത്ത് ഒരു സീഡ് കോട്ട്, രണ്ട് സീഡ് കോട്ട് ഉണ്ടാവും. അതാണ് ടെസ്റ്റ് ആൻഡ് ടെക്മെൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോ എന്ന് പറയുന്നത് സൈഗോട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാകുന്നതാണ് എംബ്രിയോ അല്ലെ? സൈഗോട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാകുന്നതാണ് എംബ്രിയോ. അപ്പൊ ഞാനിവിടെ ഈ എംബ്രിയോ വരയ്ക്കുമ്പോൾ നോക്കിക്കേ, എംബ്രിയോ സാക്കിന്റെ ഉള്ളിലാണ് എംബ്രിയോ ഉണ്ടാകുന്നത് അല്ലെ? എംബ്രിയോ സാക്കിന്റെ ഉള്ളിൽ ഇപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടായിരിക്കുന്നത്? അതിന്റെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ സൈനർജിഡ്സ്, എഗപ്പാരറ്റസിലെ സൈനർജിഡ് ചത്തുപോകും. പിന്നെ ഉള്ളത് എന്താണ്? ഇതാ ഇവിടെ ഇരിക്കുന്ന സൈഗോട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന എൻഡോസ്പെർമും ഉണ്ടാവും. ഈ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസും ഉണ്ടാവും, അതുപോലെ തന്നെ കോട്ടിലിഡൻ രണ്ടെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോട്ടിലിഡൻ ഉണ്ടാവും, അതുപോലെ ഒരു റാഡിക്കിൾ ഉണ്ടാവും, ഒരു പ്ലൂമ്യൂളും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിനുണ്ടാവുക. അതായത് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് കോട്ടിലിഡൻ ഉണ്ടാവുന്ന കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കോട്ടിലിഡൻ, അതേപോലെ തന്നെ ഒരു കോട്ടിലിഡനും കൂടെ ഉണ്ടാവും അവിടെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു ഭാഗത്താണ് എന്തിരിക്കുന്നത്? ഇവിടെ പ്ലൂമ്യൂൾ ഇരിക്കും. അതായത് പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഷൂട്ട് ഉണ്ടാവുന്ന ഭാഗം. ഈ ഭാഗത്ത് എന്തിരിക്കും? റാഡിക്കിൾ ഇരിക്കും. ഓക്കെ, ഈ ഭാഗത്ത് റാഡിക്കിൾ ഇരിക്കും. ഇനി മിക്കവാറും ഡൈക്കോട്ടിലിഡിനസ് സീഡിന്റെ കേസിൽ ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് റാഡിക്കിളും പ്ലൂമ്യൂളും എംബ്രിയോണൽ ആക്സിസും അതുപോലെ കോട്ടിലിഡനും ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ചുറ്റും ഇരിക്കുന്ന എൻഡോസ്പെർമിനെ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. അത് കൺസ്യൂം ചെയ്തിട്ടില്ല, കുറച്ച് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള സീഡിനെ നമ്മൾ എൻഡോസ്പെർമസ് സീഡ് എന്നാ പറയാ. ഡൈക്കോട്ടിലിഡിനസ് സീഡ്സ് സാധാരണ നോൺ എൻഡോസ്പെർമസ് സീഡ്സ് ആണ്. ഡൈക്കോട്ടിലിഡിനസ് സീഡ്സിൽ ശരിക്കും പറഞ്ഞാൽ എൻഡോസ്പെർം റിമെയിൻ ചെയ്യാറില്ല. ഓക്കെ, ഇനി എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ എംബ്രിയോ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ എംബ്രിയോ സാക്കിന്റെ ഉള്ളില് എംബ്രിയോ ഫോം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാവുന്നത്. ഈ ഗ്ലോബുലാർ എംബ്രിയോയുടെ സെൻട്രൽ ആക്സിസ് ആണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് അത് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്തിട്ട് എന്തുപോലെ ആവുന്ന രണ്ട് കോട്ടിലിടനൊക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് ഇതായിട്ട് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്ലൂമ്യൂൾ എന്ന് പറയും. ഈ ഭാഗമായിരിക്കും അതിന്റെ റാഡിക്കിൾ എന്ന് പറയുന്നത്. ഞാൻ ആ പൊസിഷൻ ഇത്തിരി മാറിപ്പോയിട്ടോ, അത് എങ്ങനെ ഇരിക്കണം കേട്ടോ. ഇത് ഇതിന്റെ സെന്ററിൽ വരണം. ഈ രണ്ട് കോട്ടിലിടന്റെ കൂടെ സെന്ററിൽ വരണം എംബ്രിയോണൽ ആക്സിസ്. അപ്പൊ എംബ്രിയോണൽ ആക്സിസിനെ നമുക്ക് ടിഗല്ലം എന്നൊക്കെ പറയാം. അത് എന്താ പറയാ, ടിഗല്ലം എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല, എംബ്രിയോണൽ ആക്സിസ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ എംബ്രിയോയ്ക്ക് എംബ്രിയോണൽ ആക്സിസും ഉണ്ട്, പ്ലൂമ്യൂളും ഉണ്ട്, അതുപോലെ തന്നെ റാഡിക്കിളും ഉണ്ട്. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിൽ എംബ്രിയോ കോട്ടിലിടൻ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു റീജിയനിൽ ആണ് പ്ലൂമ്യൂൾ ഇരിക്കുക. ഓക്കെ,
അപ്പോൾ പ്ലിമ്യൂളും റാഡിക്കിളും അതുപോലെ കോട്ടിലിഡനും എംബ്രിയോണൽ ആക്സിസും ഒക്കെ കൂടിയതാണ് എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംബ്രിയോന്റെ പുറത്തായിട്ട്, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എംബ്രിയോന്റെ പുറത്തായിട്ട് കാണുന്ന എൻഡോസ്പേമിനെയാണ് അതിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എംബ്രിയോന്റെ പുറത്തുള്ള എൻഡോസ്പേമിനെയാണ് അതിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡോസ്പേം കംപ്ലീറ്റ് യൂസപ്പ് ആയെങ്കിൽ ഇവിടെ ഈ സീഡ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ സീഡിന്റെ ഉള്ളിൽ മുഴുവൻ, അതായത് ടെസ്റ്റേഡേയും ടെക്മെന്റിന്റെ ഉള്ളിൽ മുഴുവൻ എന്തായിരിക്കും നിറഞ്ഞിരിക്കുക? എംബ്രിയോ ആയിരിക്കും നിറഞ്ഞിരിക്കുക. അവിടെ എൻഡോസ്പേം ഒട്ടും ഉണ്ടാവില്ല. അത് ഡൈക്കോട്ടിന്റെ കേസിൽ സാധാരണ അങ്ങനെയാണ് നടക്കുക. അപ്പൊ ഡൈക്കോട്ടൊക്കെ നോൺ എൻഡോസ്പേമസ് ആയിരിക്കും, എൻഡോസ്പേം ഇല്ലാത്തതായിരിക്കും. അതേപോലെ മോണോകോട്ടിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംബ്രിയോ ഡെവലപ്പായി ഒരു സിംഗിൾ കോട്ടിലിടനെ ഉണ്ടാവുള്ളൂ. അതിന്റെ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. സീ ഹിയർ, ഇവിടെ ഇതാണ് അതിന്റെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. എംബ്രിയോ സാക്ക് ഒക്കെ ഡൈക്കോട്ടിന്റെ മോണോകോട്ടിന്റെ ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഈ എംബ്രിയോ അത് ഗ്ലോബുലാർ എംബ്രിയോ പോലെയാവും. എന്നിട്ട് ഒരു കോട്ടിലിടനെ ഉണ്ടാവുന്നുള്ളൂ. ആ കോട്ടിലിടൻ ഇങ്ങനെ വളരും കേട്ടോ. ആ ഒരു കോട്ടിലിടൻ വളരുന്ന ഇങ്ങനെ. പിന്നെ ഒരു കുഞ്ഞു കോട്ടിലിടൻ അവിടെ ഉണ്ടാവും. ഇതായിരിക്കും അതിന്റെ പ്ലൂമ്യൂൾ എന്ന് പറയുന്ന റീജിയൻ. ഈ ഭാഗത്താണ് അതിന്റെ എപ്പികോട്ടൈൽ റീജിയൻ. ഇതിനും കാണും ഒരു ചെറിയ എംബ്രിയോണൽ ആക്സിസ്, ഇതിനും കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഒരു സിംഗിൾ കോട്ടിലിടൻ ഇരിക്കാനുള്ള സ്ഥലം മതി. ബാക്കി എൻഡോസ്പേം അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സിൽ സാധാരണയായിട്ട് എൻഡോസ്പേം റിമെയിൻ ചെയ്യും. അങ്ങനത്തെ സീഡ്സിനെ നമ്മൾ എൻഡോസ്പേമസ് സീഡ്സ് എന്നാ പറയാ. എംബ്രിയോന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ആ സീഡിന്റെ ഉള്ളിൽ എൻഡോസ്പേം ഉണ്ടെങ്കിൽ അതിന് എൻഡോസ്പേമസ് സീഡ് എന്നാ പറയാ. അങ്ങനത്തെ സീഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന അതിന്റെ എൻഡോസ്പേം ആണ്. എക്സാമ്പിൾ ഈ ഫീസ്, ഈ റൈസും വീറ്റും ഒക്കെ മോണോകോട്ട്സ് ആണ്. അതിന്റെ കോട്ടിലിടനൊന്നല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അതിന്റെ എൻഡോസ്പേം ആണ്. ആ എൻഡോസ്പേം ആണ് ശരിക്കും ഇതിന് നറിഷ്മെന്റ്, എംബ്രിയോന്റെ ഡെവലപ്മെന്റിന് നറിഷ്മെന്റ് കൊടുക്കുന്നത്. അതിനകത്തുനിന്ന് ബാക്കി വരുന്ന എൻഡോസ്പേം ഇവിടെ ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ വിത്ത് മുളയ്ക്കുമ്പോൾ ആ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ന്യൂട്രിയന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ കേസിൽ, ഡൈക്കോട്ടിലിഡനസ് സീഡിന്റെ കേസിൽ ഇതിന്റെ ഡെവലപ്മെന്റ് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എൻഡോസ്പേം കംപ്ലീറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നോൺ എൻഡോസ്പേമസ് ആയിരിക്കും. ഈ നോൺ എൻഡോസ്പേമസ് ആയിട്ടുള്ള സീഡ് ജെർമിനേഷന് വേണ്ടിയിട്ട് അവർക്കും വേണ്ട ആ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കോട്ടിലിഡന്റെ ഉള്ളിലായിരിക്കും. അവർക്ക് കോട്ടിലിഡൻ വലുതായിരിക്കും. എക്സാമ്പിൾ ഈ ഫീസി, വി ആർ ഈറ്റിംഗ് ദ പീ അല്ലെ, നമ്മൾ പയറ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന കടലവർഗ്ഗങ്ങൾ, അതിൻ്റെയൊക്കെ നമ്മൾ കഴിക്കുന്ന എന്താ? പരിപ്പാണ് അല്ലേ. ആ പരിപ്പാണ് അതിന്റെ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എൻഡോസ്പേം ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ. അതേപോലെ കോക്കനട്ടിന്റെ എൻഡോസ്പേം ആണ് നമ്മൾ കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോക്കനട്ടിന്റെ എംബ്രിയോ ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? കോക്കനട്ടിന്റെ എംബ്രിയോ ഇരിക്കുന്നത്, അതായത് ഈ ഭാഗം, ഈ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ടിരിക്കുന്ന ഭാഗം എവിടെ ഇരിക്കുന്നതെന്നറിയോ? കോക്കനട്ടിന് തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട് അല്ലെ. ആ 3 കണ്ണിൽ ഒരു കണ്ണ് സോഫ്റ്റ് ആണ്. ആ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണ് നല്ല മൂത്ത തേങ്ങയുടെ പതുക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ തുളച്ച് പുറത്തേക്ക് എടുത്താൽ ചെറിയ ഒരു ഫിംഗർ പോലത്തെ ഒരു ചെറിയ സാധനം കാണാം. അതായത് ഇതുപോലൊരു സാധനം കാണാൻ പറ്റും. ഇതാണ് അതിന്റെ എംബ്രിയോ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മുളച്ചിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നത് ഇതിന്റെ അകത്തിരിക്കുന്ന ആ സീഡിന്റെ ഉള്ളിലിരിക്കുന്ന എൻഡോസ്പേമും അതേപോലെ സോളിഡ് എൻഡോസ്പേമും ലിക്വിഡ് എൻഡോസ്പേമുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തേങ്ങയൊക്കെ മുളച്ചു കഴിയുന്ന സമയത്ത്, മുളയ്ക്കാൻ കിടക്കുന്ന സമയത്ത് അതിന്റെ വെള്ളം ആദ്യം വറ്റി കഴിഞ്ഞിട്ട് അത് പതുക്കെ ഒരു വെള്ളം വറ്റുന്നതിന്റെ ഒപ്പം തന്നെ പതുക്കെ ഒരു സ്പോഞ്ചി ടിഷ്യൂ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ആ സ്പോഞ്ചി ടിഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ തേങ്ങയുടെ മുള വരുന്നത് അതിന്റെ കണ്ണിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ആ തേങ്ങയുടെ എംബ്രിയോ എവിടെ ഇരുന്ന ഡെവലപ്പ് ആവുന്നത്? ആ കണ്ണിന്റെ ഉള്ളിലിരുന്നാണ് അതിന്റെ എംബ്രിയോ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അങ്ങോട്ടാണ് അതിന് നറിഷ്മെന്റ് വേണ്ടത്. ആദ്യം അതെടുക്കുന്ന നറിഷ്മെന്റ് ലൂസ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂ ആയിരിക്കും. ലൂസ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂ അതിന്റെ തേങ്ങാവെള്ളം. അപ്പൊ ഈ തേങ്ങാവെള്ളം കുറച്ച് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് അത് താഴത്തേക്ക് ഇറങ്ങി പോകും. ഇറങ്ങി പോകുന്നതനുസരിച്ച് ആരെങ്കിലും അത് കോരി മേലേക്ക് കൊടുക്കാൻ വേണം. അതിന് വേണ്ടിയിട്ട്, അതിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് ആ ഒരു പൊങ്ങെന്ന് പറഞ്ഞിട്ടൊരു സാധനം. നമ്മൾ വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് തേങ്ങയുടെ ഉള്ളിൽ അല്ലേ. അത് നല്ല മധുരമായിരിക്കും. നമ്മളൊക്കെ കഴിക്കാറുണ്ട് ആ സാധനം. അത് ഉണ്ടാകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റിന് വേണ്ടിയിട്ട് തേങ്ങാവെള്ളം അബ്സോർബ് ചെയ്ത് ഈ പറയുന്ന എംബ്രിയോയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം കംപ്ലീറ്റ് വെള്ളവും തീരും അതിൻ്റെ ഉള്ളിലെ.
കംപ്ലീറ്റ് വെള്ളം തീരുന്നതനുസരിച്ച് ഈ സ്പോഞ്ചി ടിഷ്യൂ വലുതായി 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 ആ തേങ്ങയുടെ ചിരട്ടയുടെ ഉള്ളിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ തേങ്ങയുടെ ഉള്ളിൽ കംപ്ലീറ്റ് നിറയുന്ന രീതിയിലാവും. പിന്നെ അത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന എവിടെ നിന്നാണെന്നറിയോ? ആ നമ്മൾ ചിരവി എടുക്കുന്ന ആ വെളുത്ത കളറ് സോളിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും. അതായത് ആ ദിസ് വൺ കോക്കനട്ട് കേർണൽ ഓഫ് കോക്കനട്ട് എന്ന് അതിന് പറയാം. അത് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കും, ന്യൂട്രിയൻസ് ഇങ്ങനെ വലിച്ചെടുക്കും. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ തേങ്ങ വളരെ തിന്നാവുന്ന കാണാൻ പറ്റും. ആ തിന്നാവുന്ന കണ്ടീഷനിൽ അപ്പോഴത്തേക്കും ഈ പറയുന്ന മുളയൊക്കെ ഇങ്ങനെ വലുതായി മേലേക്ക് വന്ന് അതിന്റെ റൂട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി, പിന്നെ റൂട്ട് മണ്ണിൽ നിന്ന് വെള്ളവും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ഷൂട്ടിലുള്ള ലീഫിനകത്ത് ഫോട്ടോസിന്തസിസും ചെയ്തു കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ സീഡിന്റെ ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞു. സീഡ് ഓൾറെഡി ജെർമിനേറ്റ് ചെയ്ത് വന്നു. കണ്ടോ, അതിന് നറിഷ്മെന്റ് കൊടുക്കുന്ന ഓരോരോ ഓർഗാനിസംസ് എങ്ങനെയാണ്. അപ്പൊ ആ നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണോ അതിന്റെ ഉള്ളിൽ ഫ്രൂട്ടിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് ആ സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ പീയുടെ ഉള്ളിലാണെങ്കിൽ അത് അതിന്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന കോട്ടിലിഡന്റെ കോട്ടിലിഡനാണ് നമ്മൾ കഴിക്കുന്നത്. വീറ്റിന്റെയും റൈസിന്റെയും ഒക്കെ ഉള്ളിലാണെങ്കിൽ അതിന്റെ എൻഡോസ്പേമിൽ അതിന്റെ സ്റ്റോറേജ് വരുന്നത്. കാരണം അതിന്റെ കോട്ടിലിഡൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് കോട്ടിലിഡൻ എന്ന് പറയുന്ന വളരെ ചെറിയ കോട്ടിലിഡൻ അതിന്റെ ഉള്ളിലെ ഫുഡ് സ്റ്റോറേജ് പോരാ അതിന്റെ എംബ്രിയോനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എൻഡോസ്പേമിൽ തന്നെ. എൻഡോസ്പേം കംപ്ലീറ്റ് യൂസ് അപ്പ് ചെയ്യുന്നില്ല ഈ എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത്. അപ്പൊ അത് എൻഡോസ്പേം സീഡായിട്ട് ആക്ട് ചെയ്യുന്ന അവിടെ നമ്മൾ കഴിക്കുന്നതും എൻഡോസ്പേം തന്നെയാണ് കേട്ടോ. ഇനി ഈ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നറിഷ്മെന്റ് കൊടുക്കുന്ന ആരാ? ന്യൂസെല്ലസ് ആണ് അല്ലെ. ഈ ന്യൂസെല്ലസ് ആണ് അവർക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ന്യൂസെല്ലസ് കംപ്ലീറ്റ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അത് സാധാരണ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ന്യൂസെല്ലസ് വീണ്ടും റിമെയിൻ ചെയ്യും. അങ്ങനെ ന്യൂസെല്ലസ് റിമെയിൻ ചെയ്ത ദാറ്റ് ഈസ് കോൾഡ് ആസ് പെരിസ്പെർം. ന്യൂസെല്ലസ്, ദ റിമൈനിങ് ന്യൂസെല്ലസ് ആഫ്റ്റർ the nucellus which is remaining after the development of embryo sac. ഈസ് കോൾഡ് ആസ് പെരിസ്പെർം. അതിന് പറയുന്ന പേരാണ് പെരിസ്പെർം. ആ തരത്തിലുള്ള സീഡിന് നമ്മൾ പറയുന്ന പേരാണ് പെരിസ്പെർമസ് സീഡ്. അതിനെ പെരിസ്പെർമസ് സീഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്കിത് സെന്റൻസ് ബൈ സെന്റൻസ് ഞാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. സോ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ടിലിഡിനസ് സീഡ്. നമ്മൾ പറയുന്ന ഫസ്റ്റ് ഡൈക്കോട്ടിലിഡിനസ് സീഡിനെ പറ്റിയിട്ടാണ്. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് സീഡ് ഈസ് ദ സീഡ് കോട്ട്. സീഡിന്റെ ഔട്ടർ കവറിംഗിന് സീഡ് കോട്ട് എന്നാണ് പറയുന്നത്. സീഡ് കോട്ട് സാധാരണ 2 ലെയർ ഉണ്ടാവാറുണ്ട് ആൻജിയോസ്പെർമില്. അതുകൊണ്ട് തന്നെ അതിനെ ബൈടെക്മിക് എന്നാണ് അറിയപ്പെടാറ്. ബൈടെക്മിക്, BITEGMIC. അതിന്റെ ഔട്ടർ കവർ എന്ന് പറയുന്ന ടെസ്റ്റയാണ്. ഇന്നർ കവറിംഗ് എന്ന് പറയുന്ന ടെക്മൻ ആണ്. ഔട്ടർ കവറിംഗ് ഔട്ടർ ഇന്റഗ്യുമെന്റിൽ നിന്നും, ഇന്നർ കവറിംഗ് ടെക്മൻ ഇന്നർ ഇന്റഗ്യുമെന്റിൽ നിന്നും ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ ഹൈലം എന്ന് പറയുന്നത് സീഡിന്റെ പുറത്തുള്ള ഒരു സ്കാർ മാർക്കാണ്. അതാണ് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ് വെയർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്. നമുക്കറിയാലോ ഫ്രൂട്ട് എന്താണ്? ഓവറിയാണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഓവറിയുടെ ഉള്ളിലെ പ്ലാസന്റേഷൻ നമ്മൾ പഠിച്ചതല്ലേ. ഈ പ്ലാസന്റയിലേക്ക് ഒവ്യൂള് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ത്രെഡ് പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ ഫ്യൂണിക്കിൾ എന്നാ പറയാ. ഈ ത്രെഡിനെ നമ്മൾ ഫ്യൂണിക്കിൾ എന്നാ പറയാ. അതേപോലെ ഈ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന ഒവ്യൂളിന്റെ പോർഷൻ ഉണ്ടല്ലോ, ഫ്യൂണിക്കിള് ഒവ്യൂളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോർഷനെ നമ്മൾ ഹൈലം എന്നാ പറയാ. അതുകൊണ്ട് തന്നെ ഈ ഒവ്യൂള് ഡെവലപ്പായി സീഡായിട്ട് മാറി ഫ്യൂണിക്കിളിൽ നിന്ന് വിട്ടു പോരുമ്പോ നമുക്ക് ഈ സീഡിന്റെ സർഫസിൽ ഈ ഹൈലത്തിന്റെ മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹൈലത്തിന്റെ മാർക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സീഡ് അതിന്റെ ഓവറി വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സ്കാർ മാർക്കിലൂടെയാണ്. ആ സ്കാർ മാർക്കാണ് ഈ പറയുന്ന അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന ഒവ്യൂളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു റീജിയൻ ആണ് അതിന്റെ ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഹൈലം ഈസ് ദ സ്കാർ മാർക്ക് ഓൺ ദ സീഡ് കോഡ് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ്സ് വെയർ അറ്റാച്ച് ടു ദ ഫ്രൂട്ട്. ഫ്രൂട്ടിലേക്ക് ഡെവലപ്പിംഗ് സീഡ് അറ്റാച്ച് ചെയ്യുന്ന ഫ്രൂട്ടിലെ ഈ സീഡ് ഫ്രൂട്ടിൽ അറ്റാച്ച് ചെയ്യുന്നതും ഈ പറയുന്ന ഫ്യൂണിക്കിൾ വഴിയാണ്. അതായത് സീഡ് വിട്ടുപോരണമെന്ന് നിർബന്ധമൊന്നുമില്ല. സീഡ് ഫ്രൂട്ടിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നതും ഈ ഫ്യൂണിക്കിൾ വഴിയാണ്. കാരണം ഓവറിയിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഫ്യൂണിക്കിൾ വഴിയാണ്. അതേപോലെ തന്നെ ഫ്രൂട്ടിൽ അറ്റാച്ച് ചെയ്യുന്നതും ഫ്യൂണിക്കിൾ വഴിയാണ്. അപ്പൊ ആ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു മാർക്കാണ് എന്ത്? ഈ ഹൈലം എന്ന് പറയുന്ന മാർക്ക്. ഓക്കെ,
ഹൈലത്തിന്റെ നേരെ മുകളിലായിട്ട് നമുക്ക് മൈക്രോപൈലാർ റീജിയൻ കാണാൻ പറ്റും. അപ്പൊ അതാ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇത് ഈ ഒരു ഭാഗത്തായിരിക്കും ഇത് വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പൊ അത് ഇവിടെയായിരിക്കും എന്ത് കാണുക, ആ ഹൈലം കാണുക. ഇതായിരിക്കും അതിന്റെ ഹൈലം എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഫ്യൂണിക്കിളാണ്. ഇതത് ഓവറിയിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് അതിന്റെ ഓവറി ആയിരിക്കും. അപ്പൊ ഈ ഭാഗത്ത് ഈ ഹൈലം എന്ന് പറയുന്നതിന് നേരെ മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, മൈക്രോപൈലാർ റീജിയൻ കാണാൻ പറ്റും. മൈക്രോപൈലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂളിന് ഇന്റഗ്മെന്റ് കവർ ഇല്ലാത്ത റീജിയൻ, ഇന്റഗ്മെന്റ് കവർ ഇല്ലാതെ നെയ്ക്കഡ് ആയിട്ട് കാണുന്ന ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയാം, മൈക്രോപൈലാർ റീജിയൻ എന്ന് പറയാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, മൈക്രോപൈലാർ റീജിയൻ ദാറ്റ് ഈസ് ഫോർ ദ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റയും ടെക്മെനും ഇല്ലാത്ത ഭാഗത്തൂടെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ കയറുന്നത്. ഓക്കെ, വിത്തിൻ ദ സീഡ് within the seed coat the embryo will be present. സീഡ് കോട്ടിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്, എംബ്രിയോ കാണുന്നത്. ഈ എംബ്രിയോയില് എംബ്രിയോണൽ ആക്സിസും ഉണ്ടാവും, രണ്ട് കോട്ടിലിഡനും ഉണ്ടാവും. എന്തിന്റെ കേസിൽ, ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിൽ. ഡൈകോട്ടിലിഡിനസ് സീഡിന്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അതിന്റെ സീഡ് കോട്ടാണ്. അതേപോലെ തന്നെ ഡൈകോട്ടിലിഡിനസ് സീഡ്, ഇത് രണ്ട് കോട്ടിലിഡനാണ്. അതേപോലെ ഇത് അതിന്റെ പ്ലൂമ്യൂളാണ്, ഇത് അതിന്റെ റാഡിക്കൽ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സിന്റെ കേസിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഡൈകോട്ടിലിഡൻ എന്നതുകൊണ്ട് തന്നെയാണ് അത് ഡൈകോട്ട് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ കോട്ടിലിഡൻസ് സാധാരണയായിട്ട് ഫ്ലഷി ആയിരിക്കും, അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽ നിറഞ്ഞതായിരിക്കും കോട്ടിലിഡൻസ് അതിന്റെ പരിപ്പ് വന്നിട്ട് ഫ്ലഷി ആയിരിക്കും, റിസർവ് ഫുഡ് ഉള്ളതായിരിക്കും. ഏതിൻ്റെ അകത്ത്, ഡൈകോട്ടിലിഡനസ് പ്ലാന്റ്സിൽ. രണ്ട് എംബ്രിയോണൽ ആക്സിസിന്റെ രണ്ട് എൻഡിലുമായിട്ട് നമുക്ക് റാഡിക്കിളും കാണാൻ പറ്റും, പ്ലൂമ്യൂളും കാണാൻ പറ്റും. റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് അറൈസ് ചെയ്യുന്നത്, പ്ലൂമ്യൂളിൽ നിന്നാണ് ഷൂട്ട് അറൈസ് ചെയ്യുന്നത്. റാഡിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഹൈപ്പോകോട്ടൈൽ റീജിയൻ. റാഡിക്കിൾ പ്രസന്റ് ആയിട്ടുള്ളത് ഹൈപ്പോകോട്ടൈൽ റീജിയൻ. പ്ലൂമ്യൂൾ പ്രസന്റ് ആയിട്ടുള്ളത് ടിപ്പ് ഓഫ് എപ്പിക്കോട്ടൈൽ റീജിയൻ ആണ്. ഇനി എന്താണ് ഹൈപ്പോകോട്ടൈൽ, എന്താണ് എപ്പിക്കോട്ടൈൽ എന്ന് ഞാൻ കാണിച്ചു തരാം. സി ഹിയർ, ഇതൊരു ഒവ്യൂളാണ് കേട്ടോ. ഈ ഒവ്യൂളിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാണ്. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഗ്ലോബുലാർ എംബ്രിയോ പതുക്കെ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിട്ട് മാറും. കണ്ടോ, ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ പതുക്കെ എന്തായിട്ട് മാറും, കംപ്ലീറ്റ് എംബ്രിയോ, കംപ്ലീറ്റ് കോട്ടിലിഡനോട് കൂടിയ എംബ്രിയോ ആയിട്ട് മാറും. കംപ്ലീറ്റ് കോട്ടിലിഡനോട് കൂടിയ എംബ്രിയോ ആയിട്ട് മാറും ഈ പറയുന്ന. ഓക്കെ, ഇതാണ് അതിന്റെ സെക്കൻഡ് കോട്ടിലിഡൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ദ എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അതിന്റെ എംബ്രിയോണൽ ആക്സിസ്. ഈ എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന, കോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്ന്, ഇവിടുന്ന് മുതൽ അതിന്റെ കോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന എംബ്രിയോണൽ ആക്സിസിന്റെ എബവ് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ മുകളിലേക്കുള്ള റീജിയൻ, നമ്മൾ തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ മുകളിലേക്കാവും കേട്ടോ. നമ്മൾ തല വരച്ചിട്ടാണ് താഴത്തേക്ക് കാണിച്ചത് കേട്ടോ. അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്തേക്ക്, അതായത് കോട്ടിലിഡന്റെ ഡയറക്ഷനിൽ, കോട്ടിലിഡൻ പോകുന്ന ഡയറക്ഷനിൽ അതിന്റെ സെന്റർ ഭാഗത്തുനിന്ന്, കോട്ടിലിഡൻ എറൈസ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് താഴത്തേക്കുള്ള ആ ഒരു റീജിയൻ നമ്മൾ ഇതിനെ എപ്പിക്കോട്ടൈൽ റീജിയൻ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എപ്പിക്കോട്ടൈൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ താഴത്തേക്കുള്ള ഭാഗം, അതായത് കോട്ടിലിഡൻ ഉണ്ടാവുന്നതിന് മുമ്പുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ ഭാഗമാണ് അതിന്റെ ഹൈപ്പോകോട്ടൈൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ the embryonal axis below the cotyledon is called as radicle. Embryonal axis below the cotyledon is called as radicle. Above the cotyledon is called as plumule. ഇത് നേരെ നമ്മൾ തിരിച്ചു വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചു വരയ്ക്കായിരുന്നു. ഞാനത് ഇങ്ങനെ വരച്ചു പോയി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരച്ച് കാണിച്ചു തരാം. യു ജസ്റ്റ് ഇമാജിൻ, ഇതാണ് മൈക്രോപൈലാർ റീജിയൻ എന്നിരിക്കട്ടെ. നമ്മുടെ കോട്ടിലിഡൻ ഉണ്ടാകുന്നത്, നമ്മുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാദ്യം ഒരു ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഗ്ലോബുലാർ എംബ്രിയോന്ന് ഒരു കോട്ടിലിഡൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു കോട്ടിലിഡൻ ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ ഒരു കോട്ടിലിഡൻ ഉണ്ടാവും.
അല്ലേ? അപ്പൊ ഈ കോട്ടിലിഡൻ ഉണ്ടാകുമ്പോൾ അത് നോക്കിക്കേ, ഈ കോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ ഭാഗത്തു നിന്ന് അതിന്റെ താഴത്തേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത്രയും ഭാഗം എബവ് ദ എംബ്രിയോണൽ ആക്സിസ് എബവ് ദ കോട്ടിലിഡൻ, ദാറ്റ് ഈസ് ദിസ് റീജിയൻ. ബിലോ ദ കോട്ടിലിഡൻ ഈസ് ദിസ് റീജിയൻ. ഇത് എപ്പിക്കോട്ടൈൽ, ഇത് ഹൈപ്പോക്കോട്ടൈൽ. എപ്പിക്കോട്ടൈലിന്റെ ടിപ്പിലാണ് പ്ലൂമ്യൂൾ ഇരിക്കുന്നത്, ഹൈപ്പോക്കോട്ടൈലിന്റെ ടിപ്പിലാണ് എന്തിരിക്കുന്നത്, റാഡിക്കൽ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ റാഡിക്കൽ ആൻഡ് പ്ലൂമ്യൂൾ ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ both end of the embryonal axis എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഹിയർ ചില സീഡ്സിൽ, കാസ്റ്റർ പോലത്തെ സീഡ്സിൽ എൻഡോസ്പേം ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഡൈക്കോട്ടിലിഡിനസ് സീഡിനകത്ത് സാധാരണ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ട് അതിന്റെ കോട്ടിലിഡനാണ് കാണാറുള്ളത്. പക്ഷെ കാസ്റ്ററിന്റെ കേസിൽ, കാസ്റ്റർ സീഡിൽ എൻഡോസ്പേം ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ ഇറ്റ് വിൽ ബി റിമൈനിങ് ഇൻസൈഡ് ദ സീഡ്. അതേപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കാസ്റ്ററിന്റെ സീഡിന്റെ ഉള്ളിൽ അതിന്റെ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യില്ലേ, കാസ്റ്ററിന്റെ മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യില്ലേ, അന്നേരം അതിന്റെ ന്യൂസെല്ലസും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കാസ്റ്റർ ഒരു പെരിസ്പെർമസ് സീഡും കൂടെയാണ് കേട്ടോ. കാസ്റ്റർ ഈസ് എൻഡോസ്പെർമസ് ആൻഡ് പെരിസ്പെർമസ് സീഡ്. കാസ്റ്റർ ഈസ് എൻഡോസ്പെർമസ് ആൻഡ് പെരിസ്പെർമസ്. കാസ്റ്റർ എൻഡോസ്പെർമസും ആണ്, അതേപോലെ തന്നെ പെരിസ്പെർമസ് സീഡും കൂടിയാണ് കേട്ടോ. സോ ഹിയർ കാസ്റ്ററിന്റെ ന്യൂട്രിയൻ സ്റ്റോറേജ് എന്ന് പറയുന്ന എൻഡോസ്പെർമിലും പെരിസ്പെർമിലും അതിന്റെ കോട്ടിലിഡലിലും എല്ലാം കാണും. ഓക്കെ, സോ ഹിയർ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലും എൻഡോസ്പെർം റിമെയിൻ ചെയ്യുന്ന സീഡിനെ എൻഡോസ്പെർമസ് സീഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചില പ്ലാന്റ്സിന്റെ കേസിൽ ബീൻ, ഗ്രാം, പീ, ചില പ്ലാന്റ്സിന്റെ കേസിൽ നിന്നല്ല, മോസ്റ്റ് ഓഫ് ദ ഡൈക്കോട്ടിലിഡിനസ് സീഡ് എൻഡോസ്പേം വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ മെച്ചൂർ സീഡ്. മെച്ചൂർ സീഡിനകത്ത് എൻഡോസ്പേം ഉണ്ടാവില്ല. ആ തരത്തിലുള്ള സീഡിനെ നമ്മൾ നോൺ എൻഡോസ്പേമസ് സീഡ് എന്നാ പറയാ. അതേപോലെ തന്നെ പെരിസ്പേമും ഉണ്ടാവില്ല. പെരിസ്പേമും ഉണ്ടാവില്ലാത്ത തരത്തിലുള്ള സീഡിന് നമ്മൾ നോൺ പെരിസ്പേമസ് എന്നാണ് പറയാ. സാധാരണ പെരിസ്പേം ഇല്ലാത്ത സീഡിനെ റെപ്രസെന്റ് ചെയ്യാറില്ല, പെരിസ്പേമസ് സീഡിനെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ പെരിസ്പേം ഇല്ലാത്ത സ്പീഡ് എന്ന് പറഞ്ഞാൽ നോൺ പെരിസ്പേമസ്, നോൺ എൻഡോസ്പേമസ് എന്ന് പറയുന്ന പോലെ നോൺ പെരിസ്പേമസ്. എൻഡോസ്പേമസിനെ നമുക്ക് ആൽബുമിനസ് എന്നും റെപ്രസെന്റ് ചെയ്യാം. എൻഡോസ്പേമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ടേം യൂസ് ചെയ്യാം, ദാറ്റ് ഈസ് ആൽബുമിനസ് സീഡ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് സ്ട്രക്ചർ ഓഫ് മോണോകോട്ടിലിഡിനസ് സീഡ് നോക്കാം കേട്ടോ. The seed. The ovule after fertilization develop into seeds. A seed is made up of a seed coat and an embryo. The embryo is made up of a radicle, an embryonal axis, and one, as in wheat, maize, or two cotyledon, as in gram and pea. Structure of dicotyledonous seed. The outermost covering of a seed is the seed coat. The seed coat has two layers, the outer testa and inner tegmen. Hilum is a scar on the seed coat through which the developing seed were attached to the fruit. Above the hilum is a small pore called micropyle. Within the seed coat is the embryo. Embryo consists of an embryonal axis and two cotyledons. The cotyledons are often fleshy and full of reserve food materials. At the two ends of the embryonal axis are present the radicle and plumule. In some seeds, the radicle will develop as root, plumule will develop as shoot. In some seeds such as castor, the endosperm formed as a result of double fertilization is a food storing tissue and called as endospermic seed. In plants such as beans, gram and pea, the endosperm is not present in mature seeds and such seeds are called as non-endospermous seeds. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡൈക്കോട്ടിലിഡിനസ് സീഡ്സിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് മോണോകോട്ടിലിഡിനസ് സീഡ് പഠിക്കാം, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. അപ്പോൾ ഡൈക്കോട്ടിലിഡിനസ് സീഡ് ഞാൻ കുറച്ച് ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ 12th സ്റ്റാൻഡേർഡിലെ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നാലും നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ.